രോഗലക്ഷണങ്ങളില്ലാത്തതും വീടുകളിൽ താമസിക്കാൻ സൗകര്യമില്ലാത്തതും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവരുമായ കോവിഡ് രോഗികൾക്കുള്ള 10 ഡൊമിസിലറി കെയർ സെന്ററുകളിലായി 780 ബെഡുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. അതിൽ 34 പേർ ചികിത്സയിലുണ്ട്. മലപ്പുറം ജില്ലയിൽ കോവിഡ് ആശുപത്രികളിൽ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പരിശോധന നടത്തി മരുന്നുകളുടെ ലഭ്യതയും ഓക്സിജൻ ലഭ്യതയും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 75,000 രോഗികളെ ചികിത്സിക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങളാണ് നടത്തുന്നത്. നിയന്ത്രണങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താൻ വാർഡുകളിൽ 20 പേരടങ്ങിയ സന്നദ്ധ സംഘങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തി. അതോടൊപ്പം പോലീസിന്റെ സ്ക്വാഡുകൾ വാഹന പരിശോധനയും വ്യാപകമാക്കിയിട്ടുണ്ട്. വയനാട് ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി. അതനുസരിച്ച് ഒരു വാർഡിൽ 10 അല്ലെങ്കിൽ അതിലധികം വീടുകളിൽ കോവിഡ് ബാധയുണ്ടായാൽ പ്രസ്തുത വാർഡ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കും. ഒരു തദ്ദേശ സ്ഥാപനത്തിലെ പകുതിയിലധികം വാർഡുകൾ കണ്ടെയ്ൻമെന്റ് ആയാൽ ആ തദ്ദേശ സ്ഥാപനം പൂർണ്ണമായി കണ്ടെയ്ൻമെന്റ് മേഖലയായി പ്രഖ്യാപിക്കും. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിലെയും ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമായ രോഗികൾക്ക് അത് ലഭ്യമാകുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഓക്സിജൻ മാനേജ്മെന്റിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കും. ഹോം ഐസൊലേഷൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കോവിഡ് ബാധിതർ അതത് മെഡിക്കൽ ഓഫീസറുമായി ബന്ധപ്പെട്ട ശേഷം അവരുടെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ ആശുപത്രികളിലേക്ക് ചികിത്സ തേടി പോകാവൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആശുപത്രികളിലെ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താനും അനാവശ്യമായ തിരക്ക് ഒഴിവാക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. വിവിധ ആശുപത്രികളിലെ കോവിഡ് രോഗികളുടെ പ്രവേശനം ഏകോപിപ്പിക്കുന്നതിന് ഒരു നോഡൽ ഓഫീസറെ നിയോഗിക്കും. ഇതോടൊപ്പം കൺട്രോൾ റൂം സംവിധാനവും ഉണ്ടാക്കും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ചട്ടഞ്ചാൽ വ്യവസായ പാർക്കിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. 50 ലക്ഷം രൂപയും ഭൂമിയും ജില്ലാ പഞ്ചായത്ത് അനുവദിക്കും. കർണാടകയോട് അതിർത്തി പങ്കിടുന്ന 17 പോയിന്റുകളിലൂടെ കടന്നു വരുന്നവർ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തുവെന്നും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും ഉറപ്പുവരുത്തുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കും. ഇതൊക്കെ ജില്ലാതലത്തിൽ സവിശേഷമായ സാഹചര്യങ്ങൾ മുൻനിർത്തിയെടുക്കുന്ന നടപടികളാണ്. പൊതുവായ നടപടികൾക്ക് പുറമേയുള്ള ഇത്തരം ഇടപെടലുകളിലൂടെയാണ് സമഗ്രമായ കോവിഡ് പ്രതിരോധം സാധ്യമാക്കുക. രോഗലക്ഷണങ്ങളില്ലാത്തവരെ 10 ദിവസങ്ങൾക്ക് മുൻപ് ഡിസ്ചാർജ് ചെയ്യാമെന്ന് തീരുമാനം കൈക്കൊണ്ടതിന്റെ ഭാഗമായി ചില ജില്ലകളിൽ ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവ് വന്നതായി കാണാൻ സാധിക്കും.
16 channels, 15 languages, 26 states, 1200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. മനുഷ്യകോശത്തിനകത്തേക്ക് കടക്കാൻ കഴിവ് കൂടുതലാണ്. വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിലും ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണം. രോഗം ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുള്ള ആളുകൾ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ കൂടുതലായി വരുന്നുണ്ട്. ഇതും നമ്മൾ പ്രത്യേകമായി കണക്കിലെടുക്കേണ്ടതാണ്. വാക്സിൻ വഴി ലഭിക്കുന്ന സംരക്ഷണം വാക്സിൻ എടുത്ത് കുറെ ദിവസങ്ങൾ കഴിഞ്ഞാകും ലഭിക്കുക. അതുകൊണ്ട് വാക്സിൻ കേന്ദ്രങ്ങളിൽ തിരക്ക് കൂട്ടി രോഗം പിടിപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ഇനി അധിക സമയമില്ല. ആ ദിവസം വളരെ ഉത്തരവാദിത്തബോധത്തോടെ പെരുമാറാൻ ഏവരും തയ്യാറാകണം. ഫലപ്രഖ്യാപന ദിവസം എവിടെയെങ്കിലും കൂട്ടം കൂടി ഇരിക്കാതെ ഓരോരുത്തരും അവരവരുടെ വീടുകളിലിരുന്ന് ഫലപ്രഖ്യാപനം അറിയണം. ആഹ്ലാദ പ്രകടനങ്ങളുമായി പൊതുസ്ഥലങ്ങളിൽ ആൾക്കൂട്ടം സൃഷ്ടിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. രോഗവ്യാപനം ശക്തമാക്കുന്നതിനുള്ള കാരണമായി ആ ദിവസത്തെ മാറ്റാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇക്കാര്യത്തിൽ സർവകക്ഷി യോഗം നേരത്തെ ഐക്യകണ്ഠ്യേന തീരുമാനിച്ചിട്ടുണ്ട്. അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തുമെന്ന് മാത്രം. ആദ്യഘട്ടത്തിലെ 60 വയസ്സിന് മുകളിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളെ വാക്സിനേറ്റ് ചെയ്യാൻ സാധിച്ചത് മരണനിരക്ക് കുറക്കാൻ സഹായിച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആദ്യ കോവിഡ് തരംഗം പരിശോധിക്കുകയാണെങ്കിൽ
75% മുകളിൽ മരണമുണ്ടായത് 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കിടയിലാണ്. 95% മരണവും 45 വയസ്സിന് മുകളിലുള്ളവർക്കിടയിലാണ് ഉണ്ടായത്. നിലവിൽ രോഗവ്യാപനം അതിശക്തമായി കുതിച്ചുയർന്നിട്ടും മരണനിരക്ക് അതിനാനുപാതികമായി ഉയരാതെ ഇരിക്കാനുള്ള കാരണം ആദ്യഘട്ട വാക്സിനേഷൻ വിജയകരമായി നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചതുകൊണ്ടാണ് എന്നാണ് കരുതുന്നത്. അപ്പോൾ വാക്സിനേഷൻ കഴിയുന്നത്ര വേഗം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, ഈ ലക്ഷ്യം മുൻനിർത്തി നാം പ്രവർത്തിക്കുകയാണ്. വലിയ ശതമാനം ആളുകൾക്ക് വാക്സിൻ ലഭ്യമാകുന്നതുവരെ വാക്സിൻ എടുത്തവർ പോലും സുരക്ഷിതരല്ല. ലോക്ക്ഡൌൺ വേണ്ട എന്ന് കരുതുന്നത് ഈ സമൂഹത്തിന്റെ പൗരബോധത്തിലുള്ള വിശ്വാസം കൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് സർക്കാർ പറയുന്നത് സെൽഫ് ലോക്ക്ഡൌൺ എന്ന ആശയമാണ്. ഓരോരുത്തരും സ്വയം ലോക്ക്ഡൌണിലേക്ക് പോകേണ്ട സന്ദർഭമാണിത്. മാസ്കുകൾ ധരിച്ചും അകലം പാലിച്ചും കൈകൾ ശുചിയാക്കിയും ജീവിക്കുക. അനാവശ്യമായി പുറത്തു പോകില്ലെന്നും ആൾക്കൂട്ടം ഉണ്ടാകുന്നത് ഒഴിവാക്കുമെന്നും ആഘോഷങ്ങൾ മാറ്റിവെക്കുമെന്നും യാത്രകൾ ഒഴിവാക്കുമെന്നും അടഞ്ഞ സ്ഥലങ്ങളിൽ ഇടപെടലില്ലെന്നും ലക്ഷണങ്ങൾ കണ്ടാൽ ടെസ്റ്റ് ചെയ്യുമെന്നും രോഗിയുമായി കോണ്ടാക്ട് ഉണ്ടായാൽ തന്നെ ഐസൊലേഷൻ കൃത്യമായി പാലിക്കുമെന്നും നാം തീരുമാനിച്ചേ തീരൂ. ജീവനോപാധികൾ തകരാതെ നോക്കുകയും നമ്മുടെയും ചുറ്റുമുള്ളവരുടെയും ജീവനുകൾ സംരക്ഷിക്കുകയും വേണം. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ വിട്ടുവീഴ്ച പാടില്ല. നമ്മൾ സ്വയം ലോക്ക്ഡൌണിലാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് പോകേണ്ട നാളുകളാണ് മുൻപിലുള്ളത്. രോഗവ്യാപനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തെ സാഹചര്യവും മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും നമ്മുടെ സമൂഹത്തിലും വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ അത് നമ്മുടെ സമൂഹത്തിന്റെ മാനസികാരോഗ്യത്തെ ബാധിക്കാതെ നോക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കോവിഡ് തരംഗത്തിന്റെ ആദ്യ നാളുകൾ മുതൽ ഇക്കാര്യം വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ പരിഗണിച്ചത്. ആ ഘട്ടത്തിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒറ്റക്കല്ല ഒപ്പമുണ്ട് എന്ന ക്യാമ്പയിൻ അനുസ്യൂതം തുറന്നു വരികയായിരുന്നു. രോഗികളെ നേരിട്ട് ബന്ധപ്പെട്ട് അവരുടെ മാനസികാരോഗ്യം നിലനിർത്താൻ വേണ്ട സഹായങ്ങൾ ഈ പദ്ധതി വഴി നൽകി വരികയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ആ സേവനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതിന്റെ ഭാഗമായി ഇന്നലെ മാത്രം 34,700 രോഗികളെയാണ് വിളിച്ചത്. അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിനാവശ്യമായ പരിഹാരം നൽകൽ കൂടിയാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഭീതി കൂടാതെ ഫലപ്രദമായി ഈ മഹാമാരിയെ നമുക്ക് മറികടക്കാൻ കഴിയണം. അതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ആ ശ്രമത്തോട്
ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വേറൊരു പ്രശ്നം, സംസ്ഥാനത്തെ 2ാം ഡോസ് വാക്സിൻ എടുക്കാനുള്ള എല്ലാവർക്കും മുൻഗണന അനുസരിച്ച് നൽകി തീർക്കും. ഇതിനായി കോവിഡ് വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ വന്ന് തിരക്ക് കൂട്ടേണ്ടതില്ല. 2ാം ഡോസ് കോവിഷീൽഡ് വാക്സിൻ 6 മുതൽ 8 ആഴ്ചക്കുള്ളിലും കോവാക്സിൻ 4 മുതൽ 6 ആഴ്ചക്ക് ഉള്ളിലുമാണ് എടുക്കേണ്ടത്. ഓരോ വാക്സിനേഷൻ സെന്ററുകളിലും 2ാമത്തെ ഡോസ് വാക്സിൻ എടുക്കുവാൻ അർഹതയുള്ളവരുടെ ലിസ്റ്റ് കോവിൻ പോർട്ടലിൽ ഉണ്ടാവും. ഇതനുസരിച്ച് വാക്സിനേഷൻ സെന്ററുകളിലെ മാനേജർമാർ ആശാപ്രവർത്തകരുടെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ ഇവരെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ അറിയിപ്പ് കിട്ടിയാലേ അവർ നീങ്ങേണ്ടതുള്ളൂ. 2ാമത്തെ ഡോസ് എടുക്കാനുള്ളവർക്ക് മുൻഗണന നൽകിയതിനു ശേഷം മാത്രമേ ഓൺലൈൻ ബുക്കിങ്ങിനായി ആദ്യ ഡോസുകാർക്ക് സ്ലോട്ട് അനുവദിക്കുകയുള്ളൂ. വാക്സിൻ എടുക്കുന്നതിന് മുൻപ് യുവജനങ്ങൾ രക്തദാനത്തിന് സന്നദ്ധരാവണമെന്നും അതിനായി യുവജന സംഘടനകൾ മുന്നോട്ട് വരണമെന്നും കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു. ആ അഭ്യർത്ഥന മുൻനിർത്തി മാർത്തോമ യുവജന സഖ്യം തങ്ങളുടെ അംഗങ്ങളോട് രക്തദാനം നടത്താൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. കൂടാതെ ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്ലാസ്മ ഡൊണേഷൻ ഫോറം വിപുലീകരിച്ച് കൂടുതൽ പേരിലേക്ക് സേവനം എത്തിക്കുകയാണ്. ഈ പരിപാടി